ശരിക്കും വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് എന്താണ്? പ്രവൃത്തിയാണ്. പ്രാർത്ഥന പോലെ തന്നെ പ്രാർത്ഥന അതിൻ്റെ അകത്ത് ഒരു എക്സ്പ്രഷൻ മാത്രമാണ്. പിന്നെന്താണ്? നീതീകരിക്കുന്നത് പ്രാർത്ഥന മൂലമല്ല. വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളിൽ ഒന്നാണ് പ്രാർത്ഥന. പിന്നെ എന്താണ്? യേശുവിനെ കൈമാറുന്ന പ്രവർത്തനങ്ങളുണ്ട്. പ്രാർത്ഥന വെച്ചാൽ വല്ല പ്രവർത്തനമല്ലേ. വിശ്വാസ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് യേശുവിൻ്റെ കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങളാണ്. അപ്പം ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ എന്താണ് ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട് ഇല്ലേ, നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഐഡിയ ഒക്കെ കിട്ടണത്? രാവിലെ എഴുന്നേൽക്കണമെന്നും നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കണമെന്നും പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയാണ്. അപ്പോൾ ആയിരക്കണക്കിന് മനുഷ്യരാണ് ഇത് കേൾക്കേണ്ടത്. രാവിലെ കേൾക്കേണ്ടത് എന്തിനാണ്? അന്ന് അവരുടെ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. എന്താ കാര്യം? നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണത് എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്? വാഗ്ദാനങ്ങളുണ്ട്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറേ വാഗ്ദാനം കിട്ടിയിട്ടുണ്ട്. എന്താണ് വാഗ്ദാനം? നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാനുണ്ടാകും. അപ്പോൾ എൻ്റെ ജോലി എന്താണ്? അങ്ങനെ പറഞ്ഞ വാഗ്ദാനങ്ങളെ നിങ്ങളെ അനുസ്മരിപ്പിക്കുമ്പോൾ നിങ്ങൾ ആ ബോധത്തിലൂടെ ആയിരിക്കും നിങ്ങൾ ഓരോ ദിവസവും ജീവിച്ച് തീർക്കണത്. ആ വിശ്വാസം ആ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസ ജീവിതമാണ്. നമുക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ വിശ്വാസ ജീവിതമാണ്. ജീവിതം പലർക്കും പല രീതിയിലാണല്ലോ. പക്ഷെ അൾട്ടിമേറ്റ് ആയിട്ടെന്ന് പറയണത് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്നത് വിശ്വാസ ജീവിതമാണ്.